മലയാള ചരിത്ര ലോകത്ത് നായികാ സങ്കല്പങ്ങളെ തിരുത്തിക്കുറിക്കുകയും തളർന്നു പോകുമെന്ന് കരുതിയ ഇടത്തുനിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയും ചെയ്ത മഞ്ജു വാര്യരുടെ ജീവിത വഴികളിലൂടെയുള്ള ഒരു യാത്രയാണിത്. 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ജനിക്കുകയും കണ്ണൂരിൽ വളരുകയും ചെയ്ത മഞ്ജു ഇന്ന് അവർ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന തട്ടകമായി തിരഞ്ഞെടുത്തത് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിനെയാണ്. ജനിച്ചതും വളർന്നതുമായ ഇടങ്ങളിൽ നിന്നും മാറി ഇന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിൽ സ്ഥിരതാമസമാക്കി സ്വന്തം ജീവിതത്തെയും കരിയറിനെയും അവർ മനോഹരമായി ഫിൽട്ടർ ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നു. 1992 1995 തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം ചൂടിയ മഞ്ജു 1995 സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത്. തുടർന്ന് സല്ലാപം, ആറാം തമ്പുരാൻ, കൺമഷി, പത്രം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കരിയറിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോൾ നടൻ ദിലീപുമായുള്ള വിവാഹത്തോടെ 1998 അവർ അഭിനയത്തോട് വിട പറഞ്ഞു. വ്യക്തിജീവിതത്തിലെ വലിയ താഴ്ചകളും പ്രതിസന്ധികളും നിറഞ്ഞ 14 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദിലീപുമായി വേർപിരിഞ്ഞ ആ കഠിനമായ ഘട്ടത്തിൽ ലോകം മുഴുവൻ തനിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോഴും അവർ ഒന്നിനോടും പ്രതികരിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ നിന്നില്ല. പ്രശ്നങ്ങളെയും വിവാദങ്ങളെയും നേരിടാൻ അവർ തിരഞ്ഞെടുത്തത് മൗനവും കഠിനാധ്വാനവുമായിരുന്നു. ആത്മവിശ്വാസത്തോടെ നൃത്തവേദിയിലേക്കും തുടർന്ന് 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും അവർ ശക്തമായി തിരിച്ചു വന്നു. തനിക്കു നേരെ ഉയർന്ന എല്ലാ കല്ലേറുകളെയും തന്റെ വിജയത്തിലേക്കുള്ള പടവുകളാക്കി മാറ്റിക്കൊണ്ട് പുരുഷാധിപത്യമുള്ള ചലച്ചിത്ര ലോകത്ത് സ്വന്തം പേരിൽ മാത്രം തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരേയൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന സിംഹാസനം അവർ സ്വന്തമാക്കി. വ്യക്തിപരമായ ആവശ്യങ്ങളും കരിയറും കൃത്യമായി ബാലൻസ് ചെയ്ത് തമിഴിൽ ധനുഷിനൊപ്പം അസുരൻ, അജിത്തിനൊപ്പം തുണിവ് തുടങ്ങിയ മെഗാ ഹിറ്റുകളിലൂടെ തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി അവർ മാറി. പ്രതിസന്ധികളിൽ വീണുപോകാതെ സ്വയം പുതുക്കിപ്പണിത് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് ഇന്ന് ഇന്ത്യൻ സിനിമയിലേക്ക് വെളിച്ചം വീശുന്ന മഞ്ജു വാര്യരുടെ ജീവിതം പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു വലിയ പാഠപുസ്തകമാണ്.